അടൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ യൂട്യൂബർ രാജൻ ജോസഫിനെ മർദ്ദിക്കാൻ ശ്രമിച്ചതിൽ കേസെടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായി ഫെനി നൈനാനും സംഘവുമാണ് രാജൻ ജോസഫിനെ മർദ്ദിക്കാൻ ശ്രമിച്ചത്. 30ഓളം പേരടങ്ങിയ സംഘം പോലീസ് ജീപ്പ് വളഞ്ഞുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരനും പരിക്കേറ്റു. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് ഇപ്പോൾ അടൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് നമുക്കൊപ്പം. പ്രവീണ, ദൃശ്യങ്ങൾ കാണുകയാണ്. നമുക്കറിയാം ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ വീഡിയോസാണ് ഈ രാജൻ ജോസഫ് എന്ന യൂട്യൂബർ ചെയ്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടാവുന്നത്. അതിൻ്റെ പേരിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാളെ ഗുണ്ടാക്രമണത്തിന് വിധേയമാക്കാനുള്ള ശ്രമമാണോ നടന്നത്? ഷിഹാസ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് യൂട്യൂബർ രാജൻ ജോസഫിനെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്ത് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടി അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വാഹനം എത്തുന്നു. ഈ സമയം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായിയായിട്ടുള്ള ഫെനി നൈനാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പോലീസ് ജീപ്പ് അടൂർ റവന്യൂ ടവർ ഭാഗത്തേക്ക് എത്തിയപ്പോൾ പോലീസ് ജീപ്പ് 30ഓളം പേരടങ്ങിയ സംഘം തടയുകയായിരുന്നു. ജീപ്പിനകത്തുണ്ടായിരുന്ന രാജൻ ജോസഫിനെ വലിച്ച് പുറത്തേക്ക് ഇടാനുള്ള ഒരു ശ്രമം ഫെനി നൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തി. ഇതിനിടെ ആ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി പ്രതിരോധം തീർത്തു. വിവരമറിഞ്ഞ് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരു സംഘർഷമുണ്ടായി. ഇതിനിടെ ഒരു പോലീസുകാരന് മുഖത്ത് പരിക്കേറ്റു. ഏറെ പണിപ്പെട്ട് രാജൻ ജോസഫിനെയും കൊണ്ട് പോലീസ് ജീപ്പ് അടൂർ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീക്കി അങ്ങോട്ടേക്ക് പോയി. പുറകെ ഈ സംഘവും എത്തി. ഫെനിനാന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറകെ എത്തി. അതിനിടെയും അവിടെ വെച്ചും ഒരു സംഘർഷം നടന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ രാജൻ ജോസഫിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി, വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യം എഡിറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ തന്നെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും പോലീസുകാരെ പണിപ്പെട്ടാണ് രാജൻ ജോസഫിനെ ആ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ അവിടെ സംഘടിച്ച് നിൽക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് എഡിറ്റഡ് വേർഷനാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ യൂട്യൂബർ രാജൻ ജോസഫിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പോലീസ് ഈ യൂട്യൂബർ രാജൻ ജോസഫിനെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയം മർദ്ദന ശ്രമം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ പോലീസ് ജീപ്പിന്റെ സമീപത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അടൂർ കേന്ദ്രമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഈ ഫെനി നൈനാൻ തന്നെയാണ് ഈ ഒരു മർദ്ദന ശ്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. 30ഓളം പേരടങ്ങിയ സംഘമാണ് അവിടെ തടിച്ചുകൂടിയത്. ഈ എറണാകുളത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അതിനുശേഷം ഇന്ന സമയത്ത് അടൂരിലേക്ക് എത്തുകയും ചെയ്യും എന്ന്, അതായത് രാജൻ ജോസഫിനെയും കൊണ്ട് പോലീസ് സംഘം അവിടേക്ക് എത്തും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഈ സംഘത്തിന് ലഭിച്ചിരുന്നു. ഏതായാലും അടൂർ പോലീസ് ഈ കണ്ടലറിയാവുന്ന 20 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തവർക്ക് ഇങ്ങനെ അടി കിട്ടും എന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയും നടത്തിയിട്ടുള്ളത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.